വെൽക്കം ടു ആദീസ് വ്ളോഗ്സ്. ബൗണ്ടി മിഠായി ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അതും നമുക്ക് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണെങ്കിലോ? വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ എളുപ്പത്തിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ അതേ ടേസ്റ്റോട് കൂടി തന്നെ ഇനി ആർക്ക് വേണമെങ്കിലും ബൗണ്ടി മിഠായി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ചോക്ലേറ്റ് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് പൗഡർ ആണ്. അത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. പക്ഷെ ഞാനിവിടെ വാങ്ങിയിട്ടില്ല, വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യണത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മുറി നാളികേരം ചിരവി എടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സിയിൽ വെച്ചൊന്ന് പൊടിച്ചെടുത്തു. ചിരവണമെന്നില്ല, ജസ്റ്റ് കഷ്ണങ്ങളാക്കിയിട്ട് പൊടിച്ചാലും മതി. ഞാനിവിടെ ചിരവി എടുത്തിട്ട് മിക്സിയിൽ വെച്ചൊന്ന് പൊടിച്ചെടുത്തു. എന്നിട്ട് ഒരു പാൻ ചൂടായിട്ട് വന്നപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നാളികേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഫ്രൈ ചെയ്യാന്ന് പറയുമ്പോൾ അതൊട്ടും കളർ മാറരുത്. നമ്മൾ കറിയിലേക്കൊക്കെ നാളികേരം വറക്കണ പോലെ ഒട്ടും കളർ മാറരുത്. ആ കളറോട് കൂടി തന്നെ ജസ്റ്റ് വേണ്ടത് അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അംശം മാറി ഒന്ന് ക്രിസ്പി ആവണം, അത്രേ വേണ്ടോ. നമുക്ക് കയ്യിൽ വെച്ച് തൊട്ട് നോക്കുമ്പോൾ ഒന്ന് തൊട്ടാൽ നല്ലോണം ഒന്ന് പൊടിഞ്ഞു കിട്ടണം, ആ ഒരു അവസ്ഥയിലേ വേണ്ടോ. എത്ര നാൾ വേണമെങ്കിലും ഇത് കേടുകൂടാതെ ഇരുന്നോളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് മിൽക്ക് മെയ്ഡ് ആണ്. അതും ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ തന്നെ ഉണ്ട്. കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇനി വേണ്ടത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് പൗഡറിലേക്ക് മിൽക്ക് മെയ്ഡ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കണം. മിൽക്ക് മെയ്ഡ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ബൗണ്ടി ബാറിൻ്റെ ഷേപ്പിലാക്കണമെങ്കിൽ കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് റോളാക്കാൻ പറ്റണമല്ലോ. അപ്പോൾ ഒന്ന് പിടിച്ചാൽ പോവാത്ത രീതിയിൽ ആ ഒരു അത്രയും ഒഴിച്ചു കൊടുത്താൽ മതി. കുറേ അങ്ങോട്ട് ഒഴിച്ച് അത് ആ ഒരു ഇത് ലൂസാക്കി എടുത്താൽ നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കൈ പിടിച്ചാൽ ഒന്ന് റോളാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള അത്രയും നമ്മൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ദേ മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് കൈ വെച്ച് ഒന്ന് ഷേപ്പ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലായിട്ടുണ്ട്. ഇനി നമുക്കത് ബൗണ്ടിയുടെ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം. കയ്യിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് അതൊന്ന് റോളാക്കി എടുത്ത് ബൗണ്ടിയുടെ ഷേപ്പിലേക്ക് അത് മാറ്റിയെടുക്കാം. ഇത്രയും കൂടി വലിയ ബൗണ്ടി ബാർ വേണമെന്നുള്ളവർക്ക് ഒന്നും കൂടി ഇതിൻ്റെ സൈസ് കൂട്ടാം. ഞാനിവിടെ ചെറിയ ബൗണ്ടി ബാറാണ് ചെയ്യണേ, അതുകൊണ്ടാണ് ഇത്ര വലിപ്പം കുറവ് കേട്ടോ. ഇതുപോലെ അടുത്ത ഓരോന്നും ഇതേ ഷേപ്പിൽ തന്നെ ചെയ്തെടുക്കുക. അങ്ങനെ ബൗണ്ടി ബാറൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് 1 മണിക്കൂർ ഫ്രീസ് ചെയ്യാൻ വെക്കാം. അതൊന്ന് സെറ്റായിട്ട് വരണം. ആ സമയം കൊണ്ട് നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഞാനിവിടെ മിൽക്ക് ചോക്ലേറ്റിൻ്റെ ബാറാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കണേ. ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും എടുക്കാം. ചോക്ലേറ്റ് എല്ലാം നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രീസറിൽ നിന്ന് നമ്മൾ നേരത്തെ 1 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ബൗണ്ടി ബാറാണിത്. ഇത് നന്നായിട്ടൊന്ന് സെറ്റായിട്ടുണ്ട്, ഒട്ടും ഉടഞ്ഞു പോണില്ല. ഇനി നമുക്കിത് ചോക്ലേറ്റിൽ കോട്ട് ചെയ്യാം കേട്ടോ. അതിന് വേണ്ടി ഓരോ ബൗണ്ടി ബാറും എടുത്തിട്ട് നമ്മൾ ചോക്ലേറ്റിൽ അങ്ങോട്ട് ഡിപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഫുൾ കോട്ടിങ് വരുത്തുകയാണ്.
ഇതുപോലെ അടുത്ത ഓരോന്നും ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് കോട്ട് ചെയ്യാൻ വെക്കാം. ഇത് വേഗം തന്നെ ഉറക്കും കേട്ടോ. നമ്മൾ നേരത്തെ മറ്റേ ബൗണ്ടി ബാർ 1 മണിക്കൂർ ഫ്രീസ് ചെയ്യാൻ വെച്ചുവല്ലോ, അത്രയും സമയമൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് 5-10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ഫ്രീസറിലൊന്നും വെക്കേണ്ട. അപ്പോഴേക്കും അതൊന്ന് കട്ട് ചെയ്തിട്ട് അതൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും. എല്ലാ ബൗണ്ടി ബാറും നമ്മൾ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ സ്പൂൺ കൊണ്ട് തന്നെ ഓരോന്നിൻ്റെയും മുകളിൽ 3 വര ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അത് നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന ബൗണ്ടിക്കൊക്കെ അങ്ങനെ ഓരോ വരകൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുപോലെ ആവാൻ വേണ്ടിയിട്ട് സ്പൂൺ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബൗണ്ടി ബാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഒരു 5-10 മിനിറ്റ് മാത്രം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, അപ്പോഴേക്കും സെറ്റായിട്ടുണ്ടാവും. ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രമാണ് ഞാൻ ഈ ബൗണ്ടി ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. മിൽക്ക് മെയ്ഡ്, ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് പൗഡർ, അതുപോലെ ചോക്ലേറ്റ്. ഇതിൽ ചോക്ലേറ്റ് മാത്രം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയാൽ മതി, ബാക്കി രണ്ടും നമുക്ക് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ബൗണ്ടി ബാറിൻ്റെ അതേ ടേസ്റ്റോട് കൂടിയും ടെക്സ്ചറോട് കൂടിയും ഇനി ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിച്ചെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു റെസിപ്പി ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.